കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹോശേയ പ്രവാചകൻ്റെ പുസ്തകം 6-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: വരുവിൻ, നാം യഹോവയുടെ അടുക്കലേക്ക് ചെല്ലുക. അവൻ നമ്മെ കടിച്ചു കീറിയിരിക്കുന്നു, അവൻ സൗഖ്യമാക്കും. അവൻ നമ്മെ അടിച്ചിരിക്കുന്നു, അവൻ മുറിവ് കെട്ടും എന്ന് കാണുന്നു. പ്രിയ ദൈവപൈതൽ, ഇവിടെ കാണുകയാണ് വരുവിൻ, നാം യഹോവയെങ്കിലേക്ക് തിരിച്ചു പോകാം എന്ന്. പ്രിയ ദൈവപൈതൽ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടങ്ങൾ, ഞെരുക്കങ്ങൾ, പാടുകൾ, വേദനകൾ പലപ്പോഴും നമുക്കത് ഭയങ്കര വേദന തരുന്ന ഒന്നാണ്. അപ്പോൾ അത് തരുമ്പോൾ പലപ്പോഴും നാം വിചാരിക്കാറുണ്ട്, ഞാൻ നല്ലവനാണ് അല്ലെങ്കിൽ നല്ലവളാണ്, ഞാൻ മിണ്ടാതിരുന്നപ്പോൾ എനിക്കിതെല്ലാം വന്ന് സംഭവിച്ചു എന്ന്. അങ്ങനെയല്ല. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പാടുകളും വേദനകളും കണ്ണുനീരുകളുമുണ്ട്. അതിനെല്ലാം പുറകെ കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യാതെ നാം തിരിഞ്ഞു നടന്ന സ്ഥലങ്ങൾ, കർത്താവിന് ഇഷ്ടമില്ലാതെ പ്രവർത്തിച്ച പാപങ്ങൾ എല്ലാം ഉണ്ട്. അപ്പോൾ ഇവിടെ പ്രവാചകൻ പറയുന്നത് എന്തുവെന്ന് വെച്ചാൽ, വരുവിൻ, നാം യഹോവയെങ്കിലേക്ക് മടങ്ങിപ്പോകാമെന്ന്. ഹോശേയ പ്രവാചകൻ്റെ പുസ്തകം 5-ാമത്തെ അധ്യായം അതിൻ്റെ ലാസ്റ്റ് വചനത്തെ 15-ാമത്തെ വചനത്തെ നാം വായിക്കുമ്പോൾ എൻ്റെ മുഖം അന്വേഷിക്കുവോളം ഞാൻ മടങ്ങിപ്പോയി എൻ്റെ സ്ഥാനത്തിരിക്കും, കഷ്ടതയിൽ അവർ എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കും എന്ന്. അപ്പോൾ കർത്താവിനെ അന്വേഷിക്കുന്നിടത്തോളം വരെ, കർത്താവിനെ നാം അന്വേഷിക്കുന്നത് വരെയും കർത്താവ് മടങ്ങിപ്പോയി കർത്താവിൻ്റെ സ്ഥാനത്തിരിക്കുമെന്നാണ്. പക്ഷേ നാം കർത്താവെ എപ്പോഴാണ് അന്വേഷിക്കുന്നു, കർത്താവിലേക്ക് എപ്പോഴും നാം മടങ്ങി വരുന്നു, നമ്മുടെ കുറവുകളെ, കുറ്റങ്ങളെ ഏറ്റുചൊല്ലി നാം നമ്മെ തന്നെ താഴ്ത്തി കർത്താവിൻ്റെ സന്നിധിയിൽ നാം എപ്പോഴടുത്ത് ചെല്ലുന്നുവോ അപ്പോൾ ദൈവാത്മാവ് അല്ലെങ്കിൽ ദൈവം നമ്മെ ഇറങ്ങി വന്ന് ആ കഷ്ടതയിൽ നിന്ന് നമ്മെ പിടിവിക്കുവാൻ ശക്തനാണ് എന്ന് ദൈവവചനം പറയുന്നു. പ്രിയ ദൈവവചനം, നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ വരാം. ചിലപ്പോൾ അതിൻ്റെ ഒരു പരിമിത ഇതായിരിക്കും നാം ഇവിടെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ഒരു ഫലം നാം അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്താവിനെ നാം വീണ്ടും ധിക്കരിച്ച് പാപം ചെയ്യാതെ നാം എവിടെ വീഴുന്നുപോയി എന്ന് വിചാരിച്ച് നാം നമ്മുടെ യഥാസ്ഥാനത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ കർത്താവ് നമ്മെ അനുഗ്രഹിക്കും. അവൻ തന്നെ നമ്മുടെ മുറിവുകളെ കെട്ടുമെന്നിരിക്കുമ്പോൾ നമ്മുടെ അടിയുടെ അല്ലെങ്കിൽ നമ്മുടെ സംസാരത്തിൻ്റെ വന്ന ഒരു വീഴ്ചകൾ, വേദനകളെ മാറ്റുവാൻ ദൈവം ശക്തനാണെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ ഓരോരുത്തരും താൻ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് മടങ്ങി കർത്താവിലേക്ക് വരുവാൻ ഓരോരുത്തർക്കും കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, കർത്താവേ, ഈ അനുഗ്രഹമായ ഈ സമയത്തിനായി നന്ദിയുള്ള ഹൃദയത്തോടെ അങ്ങ് സ്തുതിക്കുന്നു. കർത്താവ് വചനം കേട്ടുകൊണ്ടിരുന്ന ഞങ്ങളുടെ പൈതങ്ങൾ ആരൊക്കെ കർത്താവേ വേദനയോട് അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്നു, തങ്ങളുടെ കഴിഞ്ഞകാല പാപങ്ങളെ ഓർത്ത്, കഴിഞ്ഞകാല ദൈവത്തിന് വിരോധമായി ചെയ്ത കുറ്റങ്ങളെ ഓർത്ത് കർത്താവെ നെടുവീർപ്പോടും സങ്കടത്തോടും ഇരിക്കുന്ന അങ്ങയുടെ മക്കളെ നീ നോക്കി പാർക്കണമേ. കർത്താവെ അവർ മടങ്ങി വരുമ്പോൾ കർത്താവ് തങ്ങളുടെ പാവങ്ങളെ ഏറ്റുചൊല്ലി അങ്ങയുടെ സന്നിധിയിൽ വരുമ്പോൾ അങ്ങ് കൈവിടാതെ ഇവരോട് കൂടെ ഇരുന്ന് ഇവരുടെ കണ്ണുനീരെല്ലാം തുടച്ച് ഇവരുടെ മുറിവുകളെ കെട്ടി ഇവർക്ക് ആശ്വാസം പകർന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വരവ് വരെ കർത്താവെ ഒരു ദോഷവും കർത്താവ് ഇവർക്ക് ഭവിക്കാതെ വണ്ണം കരുതലിൽ തന്നെ നിലനിൽപ്പാൻ എൻ്റെ ദൈവം കൃപ പകരണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ, ആമേൻ.